ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പായിക്കൊണ്ടിരിക്കുക എന്ന് തന്നെ പറയേണ്ടി വരും. പ്ലേ ഓഫ് സാധ്യതകൾ അങ്ങ് ദൂരേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ബംഗളൂരു എഫ് സി വേഴ്സസ് ജംഷൂർ എഫ് സി മത്സരം. ജംഷൂർ എഫ് സി ജയിക്കണമെന്ന് കണ്ണിൽ എണ്ണ കാത്തിരിക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. എങ്ങനെയായാലും 3-0 ബംഗളൂരു എഫ് സി വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതും പോയി. ഇന്നലെ അതുപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജയിക്കണം, മുംബൈ തോൽക്കണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതും പോയി. ഇപ്പോൾ പോയിന്റ് ടേബിൾ നോക്കുകയാണ്, ഇവരൊക്കെ മുകളിലെത്തിയിട്ടുണ്ട്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള മത്സരമൊക്കെ എങ്ങനെയായാലും ഫുള്ള് ജയിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ ഒരു പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുമോ എന്നറിയില്ല. പരസ്പരം തമ്മിൽ അങ്ങോട്ടും മാച്ചൊക്കെ വരുന്നുണ്ട്. എന്നാലും ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ എങ്ങനെയായാലും കുറച്ച് ടഫാണ്. ഇപ്പോൾ 6ാം സ്ഥാനത്തുള്ള നോർത്ത് ഈസ്റ്റ് ആണ്. ഇപ്പോൾ 6ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ വരുന്ന ജയിച്ചപ്പോൾ 6ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. 29 പോയിൻ്റ് അവർക്കുണ്ട് 20 കളിയിൽ നിന്ന്. ബ്ലാസ്റ്റേഴ്സ് ഒരു കളി കുറച്ചാണ് കളിച്ചിട്ടുള്ള 24 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു കളി ജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് 27 ആവും. പിന്നെ നോർത്ത് ഈസ്റ്റ് ആയിട്ട് 2 പോയിൻറ്റിൻ്റെ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. മുംബൈക്ക് 31 ഉണ്ട്, 19 മത്സരമാണ്. ബംഗളൂരിന് 31 ഉണ്ട്, ജംഷഡ്പൂർ 34. അപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്? അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ടഫ് ആവുകയാണ്. ഇപ്പോൾ ഇന്നൊക്കെ ബാംഗ്ലൂർ തോൽക്കുകയാണെങ്കിലും അതുപോലെ ഇന്നലെ മുംബൈയൊക്കെ തോൽക്കുകയാണെങ്കിലൊക്കെ ഒരു ഇതായിരുന്നു. ബട്ട് അതൊന്നും നടക്കുന്നില്ല. ഇനി കണ്ട് തന്നെ അറിയാം എന്തൊക്കെ എങ്ങനെയായാലും. ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാനായിട്ടാണ് ആദ്യ കളി. അപ്പോൾ അതിൽ ജയിച്ചാലേ വേറെ കാര്യങ്ങളുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ മത്സരത്തിന് ശേഷം ഇനി ബാക്കി സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്തായാലും എളുപ്പമല്ല, കിട്ടുമെന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ വീഡിയോ അവസാനിക്കാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാതിരിക്കും. ബൈ.